അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് തിരുവോണമാണ് ഗൈസ്. നമുക്കിനി അത്തപ്പൂക്കളൊക്കെ ഇടണം. ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്തപ്പൂക്കൾ ഇടുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൂവെല്ലാം ഉരുട്ടിടാം. വായി എന്താണ് രാജ്കുമാർ വിളിച്ചത്? ഹലോ ഗായ്സ്, ഓക്കേ. ശരിക്കും സന്തോഷമാണോ? ശരിക്കും സന്തോഷമാണോ? നമ്മള് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 2 സദ്യയാണ് കേട്ടോ. ഇത് നമ്മുടെ മഹാബലിക്കും ഇത് നമ്മുടെ മുത്തശ്ശിക്കുമാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഗൈസ്. അപ്പം അതിൻ്റെ വീഡിയോ വരും. ഇത് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കാം. പായസമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. അതിൻ്റെ മണം ഇങ്ങനെ അടിച്ചു കയറുക. നമുക്ക് കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് ഞാനിട്ട എൻ്റെ ചെറിയ അത്തപ്പൂക്കളം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴാണ് ഞാനൊന്ന് ആലോചിക്കുന്നത്, ഈ അത്തപ്പൂക്കളത്തിന് ചെറുതായിട്ടൊന്ന് സൺസ്ക്രീനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടായിരുന്നു. ഭയങ്കര വെയിലേ. അപ്പോൾ നമുക്ക് ഈ സദ്യ കൊണ്ടിട്ട് വരാം. ഞാൻ സദ്യ ഉണ്ടാകാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അപ്പൂനവിടെ വിളമ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ഞാനും കൂടെ കൂടി. നമ്മൾ വിളമ്പാണ് ഗൈസ്. എല്ലാം നമ്മൾ വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചോറും പരിപ്പും അതൊക്കെ കൊണ്ട് വെച്ചാൽ മതി ഗൈസ്. നമുക്ക് കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. രസം, പിന്നെന്താ തൈര്. സത്യം പറഞ്ഞ ഈ സദ്യ കഴിക്കുന്നതിന്റെ പായസത്തിന് വേണ്ടിയാണ് ഗൈസ്. എന്ത് ചെയ്യണം? പായസം, ചക്കര വരട്ടി, ചിപ്സ്, ഇത് മാത്രം മതി ഗൈസ്. കണ്ടില്ലേ നമ്മുടെ പായസോട്ടൻ ഇരിക്കുന്നത്? മണം കഴിച്ചു കയറാണ് ഗൈസ്. അല്ലല്ലേ സാമ്പാർ ഗൈസ്. ഇത് പായസാന്ന് പറഞ്ഞിട്ട് ഒരപ്പം ചോദിക്കാം സാമ്പാറാണ്. അമ്മ ഭയങ്കര സീരിയസ് ആയിട്ട് പായസം വിളമ്പാണ് ഗൈസ്. ഗൈസ്, അമ്മമ്മ അവിടെ പുറത്തേക്ക് മഹാബലിക്കും മുത്തശ്ശിക്കും വേണ്ടിയിട്ടുള്ള സദ്യയൊക്കെ വിളമ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കും. ഓണം മൂട് വന്നു ഗൈസ്. സദ്യ വന്നപ്പോഴാണ് ഓണത്തിന്റെ ആ ഫീൽ. താമസിക്കാൻ സമയമില്ല. ക്യാമറയ്ക്ക് അകത്ത് കയറി